ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അമിതമായ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. അമിതമായ മൊബൈൽ ഫോൺ ദാമ്പത്യ ജീവിതത്തിൽ തകരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും തകരും. അപ്പം നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ ഇത്ര നാളും ഫോൺ യൂസ് ചെയ്തു, അത് തകർന്നില്ലല്ലോ. അമിതമായ ഫോൺ ഉപയോഗം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഏറ്റവും ഫോണിലെ കുത്തുന്നത് വാട്സപ്പിൽ ഗുഡ് മോർണിംഗ് കൊടുക്കുന്ന ആരെങ്കിലും നമുക്ക് മെസ്സേജ് തരുന്നുണ്ട് നോക്കുക. അതിന് ശേഷം മെസ്സഞ്ചർ നോക്കുക, യൂട്യൂബ് നോക്കുക, അങ്ങനെയല്ല എല്ലാവരും. പിന്നെ ഇൻസ്റ്റഗ്രാം നോക്കുക. ഇപ്പോഴുള്ള തലമുറയിലുള്ള പിള്ളേർക്ക്, പഴയ തലമുറയിലുള്ള പിള്ളേർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെയൊക്കെ അറിയാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ നല്ല അറിയാം. അവർ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. പെൺപിള്ളേരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പം നമ്മളൊരു വീട്ടിലേക്ക് ഒരു കുട്ടി വന്നു, ആ കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പോൾ അവരുടെ വീട്ടിലെ ആ ഭർത്താവിൻ്റെ അമ്മയായിരിക്കും ഫുഡ് ഉണ്ടാക്കുക. അപ്പം കുറേ കഴിയുമ്പം എടി മോളെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക, ഇല്ല എന്നും പറഞ്ഞ് അത് കയറി ഇരിക്കുമ്പം പിന്നെ ഭർത്താവ് ഒന്ന് ചോദ്യം ചെയ്യുമ്പം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുകയല്ലേ. ഈ അമിതമായ ഫോൺ എന്ന് പറയുമ്പം അതൊരു മൂഡ് ഡിസോർഡറിലേക്ക് വരും. അത് എന്താണെന്ന് വെച്ചാൽ മൊബൈൽ മേനിയ എന്നാണ് പറയുന്നത്. മേനിയ ഇസ് എ ഡിസോർഡർ, മൂഡ് ഡിസോർഡറിലേക്ക് വരും. അതാണ് ഞാൻ പറഞ്ഞ മൂഡ് ഡിസോർഡറിലേക്ക് വരുന്നത്. നമ്മൾ ഈ മേനിയ എന്ന് പറയുന്നത് നമ്മൾ അഡിക്റ്റ് ആവുകയാണ്. അതിനാണ് നമ്മൾ കൂടുതൽ അഡിക്റ്റ് ആവും. അപ്പോൾ അതിനാണ് മൊബൈൽ മേനിയ എന്ന് പറയുന്നത്. അതൊരു രോഗമായി വരുന്നത്. പിന്നെ നമുക്ക് മൊബൈൽ ഇല്ലാത്തത് നമുക്ക് പറ്റാത്ത അവസ്ഥ വരും. ഇപ്പം നിങ്ങൾക്ക് ഒരു ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ആയി, അല്ല കേടായി, അല്ലെ നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ചില ആളുകൾക്ക് മൊബൈൽ ഇല്ലാതെ പറ്റാത്ത അവസ്ഥ വരും. പിന്നെ ഈ എപ്പോഴും ഫോൺ ചെയ്ത് ഇങ്ങനെ ഫോണിലൊക്കെ കുത്തിക്കിടുമ്പം സംശയം വരും. അത് ദാമ്പത്യ ജീവിതം ബാധിക്കും. അവൾ ഏത് നേരം ആരെയാ ഫോൺ ചെയ്യുന്നത്, അല്ലെ അവൾ ഏത് നേരം ആർക്കാ മെസ്സേജ് ഇടുന്നത്, അപ്പം അല്ല അവൻ ആർക്കാ മെസ്സേജ് ഇടുന്നത്, പുള്ളിക്കാരൻ മെസ്സേജ് ഇടുന്നുണ്ടല്ലോ. അതൊക്കെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും. നിങ്ങൾക്കെല്ലാം വേണം, പക്ഷെ ഫോണും വേണം, എല്ലാം വേണം. ഫോണും ഒക്കെ നമുക്ക് ഉപകാരപ്പെട്ടതാണ്. പക്ഷെ അതിനൊക്കെ ഒരു ടൈം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും 24 മണിക്കൂർ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കും. അത് നമ്മൾ സ്വയം ബോധമുണ്ടാകണം. പിന്നെ നിങ്ങൾ ഫോൺ കുത്തിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ പിള്ളേർ അവരും അവിടെ ഫോൺ കുത്തിക്കൊണ്ട് അവർ പഠിക്കത്തില്ല, അത് നിങ്ങൾ നോക്കണം. പിന്നെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പം ഭാര്യ ഫോൺ കുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കലഹമുണ്ടാകത്തില്ലേ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അത് ബാധിക്കും. അതുകൊണ്ട് കൂടുതലും ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ഈ അഡിക്റ്റ് ആകുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കുറേ നേരം നടക്കുക, പിന്നെ സോങ്സ് കേൾക്കുക, TV കാണുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫോണിനോടുള്ള കുറച്ച് ഇത് നമുക്ക് കുറഞ്ഞു വരും. പെട്ടെന്ന് ഒറ്റയടിക്കുന്നില്ല, പതിയെ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.